ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്യൂസ്ഡേ Q&A സെക്ഷൻ ആണ്. അതായത് ലാസ്റ്റ് വീക്കിലെ കമന്റ് ബോക്സിലും DMസിലും വന്ന നിങ്ങളുടെ ഡൗട്ട്സ് ആണ് നമ്മൾ ട്യൂസ്ഡേ Q&A ആയിട്ട് എടുക്കുന്നത്. അതിനു മുന്നേ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു ആന്റി ഡാൻഡ്രഫ് ഷാംപൂ റെക്കമെൻഡ് ചെയ്യൂ എന്നുള്ളത്. അതിന് മുന്നേ എന്താണ് ഡാൻഡ്രഫ് എന്ന് നോക്കാം. നമ്മുടെ സ്കാൽപ്പിൽ വരുന്ന ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് നമ്മുടെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് അധികം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ സെബറേ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നല്ല ഇച്ചിനെസ്സും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സെബറേ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് നോർമലി കോമൺ ആയിട്ട് തന്നെ ഓയിലി സ്കാൽപ്പുകാർക്ക് വരാം. പിന്നെ കുറച്ച് നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിൽ ഓൾറെഡി സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കാൽപ്പിനും ഹെയറിനും വേണ്ടിയുള്ള ഹൈഡ്രേഷന് വേണ്ടി സെബം അഥവാ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഈ ഒരു സാധനം അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഫംഗസിന് വളരാൻ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഈ ഒരു ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും കാരണം വെച്ചിട്ട് ഈ ഒരു ഫംഗസ് മെലാസേസിയ എന്ന് പറയുന്ന ഫംഗസ് ഈ ഒരു സ്കാൽപ്പിൽ ഇൻഫെക്റ്റഡ് ആവുകയും അത് കാരണം നമുക്ക് ഡാൻഡ്രഫ് വരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഡാൻഡ്രഫ് വരാനായിട്ട് പോകുന്നില്ല. നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഡാൻഡ്രഫ് ഉണ്ടാവുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഡാൻഡ്രഫ് വന്നു. അപ്പൊ ഡാൻഡ്രഫ് വരുമ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ എണ്ണ തേക്കാൻ തുടങ്ങും ആ ഒരു താരം പോക്കാനായിട്ട്. അപ്പൊ ഉണ്ടാവുന്ന എന്തെന്ന് വെച്ചാൽ ഓയിൽ തേക്കുമ്പോൾ ഈ ഡാൻഡ്രഫ് പതിയും അടങ്ങും. പക്ഷെ ലിറ്ററലി അത് നമ്മുടെ തലയിൽ നിന്ന് ഒരിക്കലും പോവുകയല്ല ചെയ്യുന്നത്, തലയിൽ തന്നെ ഇരിക്കുകയാണ്. നമുക്കത് ഭയങ്കര എക്സസീവ് ആയിട്ട് വരും. അത് കാരണം ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഹെയർ ഫോൾ വരാനായിട്ട് തുടങ്ങും. ഇനി വരുന്ന സംശയം, ഡാൻഡ്രഫും ഡ്രൈ സ്കാൽപ്പും തമ്മിലുള്ള ഒരു ഡൗട്ടും ആൾക്കാർക്ക് വരാറുണ്ട്. നിങ്ങളുടെ ഡാൻഡ്രഫ് കൂടുതലായിട്ടും ഭയങ്കര ഓയിൽനെസ് ആയിരിക്കും, പിന്നെ നല്ല സ്കെയിൽഡ് ആയിട്ടായിരിക്കും, അതായത് കട്ടി കട്ടിയായിട്ടായിരിക്കും വരുന്നത്. പക്ഷെ ഡ്രൈ സ്കാൽപ്പിലോട്ട് വരുമ്പോഴത്തേക്കെന്ന് വെച്ചാൽ വെള്ള പൊടി ആയിട്ടായിരിക്കും വരുന്നത്. അത് മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള സ്കിന്ന് മൊത്തത്തിൽ ഒരു ഡ്രൈനെസ് ഉണ്ടെങ്കിലായിരിക്കും കൂടുതലും ഡ്രൈ സ്കാൽപ്പും ആ ഒരു ഡെഡ് സ്കിൻ ഒക്കെ വരുന്നത്. അപ്പൊ എന്താണ് ഡാൻഡ്രഫ്, എന്തുകൊണ്ടാണ് ഡാൻഡ്രഫ് വരുന്നത് എന്നൊക്കെ മനസ്സിലായാലും. ഇനി നമുക്കത് മാറ്റാനായിട്ട് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പറയുമ്പോൾ എല്ലാവർക്കും അയ്യോ എന്ന് ചോദിക്കും, പക്ഷെ സ്റ്റിൽ നമ്മൾ ഓയിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ചില ഓയിൽസിന്റെ ഡാൻഡ്രഫ് മാറ്റാനുള്ളത് എനിക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരാൻ അറിയത്തില്ല. അത് നിങ്ങൾ ആയുർവേദ ഡോക്ടറിനെ പോയി തന്നെ കാണണം. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല. ഞാൻ മനസ്സിലാക്കി വെച്ചിട്ട് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ ഡെഫിനറ്റ്ലി ഡാൻഡ്രഫ് ഉണ്ടാക്കും. അതിപ്പോ നിങ്ങൾ ആയുർവേദ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അവർ അങ്ങനെ തന്നെ പറയും. കോക്കനട്ട് ഓയിൽ ബേസിക്കലി ഒരു കൊമഡോജനിക് ആണ്, അതായത് നമ്മുടെ പോസിനെ അടയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലായാലും അത് ഫംഗൽ ഇൻഫെക്ഷൻസ് കൂട്ടും, മുഖത്താണെങ്കിലും മൂപ്പര് വരാനും അത് റീസണാണ്. അതുകൊണ്ട് തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ മാക്സിമം നമ്മൾ നാച്ചുറലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ആയുർവേദ ഡോക്ടറിന്റെ അടുത്ത് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റി ഡാൻഡ്രഫ് ഓയിൽസ് ആണെങ്കിൽ കുഴപ്പം. ഞാൻ അല്ലാതെ നമ്മൾ വീട്ടിൽ കാച്ചുന്ന എണ്ണകളാണെങ്കിൽ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങൾ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ മുടി കെട്ടി വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ. പിന്നെ നിങ്ങൾ ഹെയർ വാഷിംഗ് റൊട്ടീനിലോട്ട് പോവുകയാണെങ്കിൽ മാക്സിമം സിങ്ക് പൈറത്തോൾ, അതല്ലെങ്കിൽ കീറ്റോകോണസോൾ, അതല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, അല്ലെങ്കിൽ മൂന്നും കൂടെയുള്ള ഹെയർ വാഷുകൾ അല്ലെങ്കിൽ ഷാംപൂസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എന്തുകൊണ്ടെന്നാൽ ഈ സിങ്ക് പൈറത്തോൺ, അതല്ലെങ്കിൽ കീറ്റോകോണസോൾ, ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മുടെ ഹെയറിനെയും സ്കാൽപ്പിനെയും നന്നായിട്ട് ഡ്രൈ ആക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യുമ്പം കൂടെ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഫംഗസ് അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഹെയറിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആന്റി ഡാൻഡ്രഫ് ഷാമ്പു മാത്രമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതിന്റെ കൂടെ നാച്ചുറലി നമ്മൾ ഹെയർ വാഷിന് വേണ്ടി നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു ഷാമ്പുവും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആന്റി ഡാൻഡ്രഫ് ഷാമ്പു നമ്മൾ വീക്ക്ലി ട്വൈസ് ഒക്കെ യൂസ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ അല്ലാത്ത ഏതെങ്കിലും ഒക്കെ ഷാമ്പൂസ്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിന് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പും ഹെയറും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഓയിൽ കാരണമാണ് നമുക്ക് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് നല്ല രീതിയിൽ സ്കാൽപ്പും ഹെയറിന്റെ ലെങ്തും ഡ്രൈ ആക്കാനുള്ള ഏജൻസ് കാണും നാച്ചുറൽ ആയിട്ട്. പക്ഷെ അത് നമ്മൾ ആ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്രൈനെസ് ഫൈൻ ആണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്ക്ലി ഫുൾ ആ ഒരു ഹെയർ ഷാംപൂസ് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി വേണ്ടാത്ത രീതിയിൽ ഡ്രൈ ആവും. അതുകൊണ്ടാണ് വീക്ക്ലി ട്വൈസ് മാത്രം ഈ ആന്റി ഫംഗൽ ഷാംപൂസ് യൂസ് ചെയ്യുക. അല്ലാത്ത ടൈമുകളിൽ നിങ്ങൾ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല ജെന്റിൽ ആയിട്ടുള്ള ഷാംപൂസ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ വിഷ് കെയറിന്റെ
ട്രിപ്പിൾ ബോണ്ട് ഷാമ്പു നല്ലതാണ്. വിഷ്കൻ ആന്റി ഹെയർ ഫോൾ ഷാമ്പു നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ലവ് എർത്തിന്റെ അതിനകത്തുള്ള ഷാമ്പൂസ് എല്ലാം നല്ലൊരു ഓപ്ഷൻ. നമ്മൾ എർത്ത് വിധത്തിന്റെ ഷാമ്പു, ബാസ്, അല്ലെങ്കിൽ അതൊക്കെ നല്ല ഓപ്ഷൻസ് ആണ്. മിനിമലിസ്റ്റിന്റെ മാൻലിക് ബോണ്ട് ഷാമ്പു ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ്. ഇങ്ങനെ നമുക്ക് അല്ലാത്ത ഒരുപാട് ഹാർഷ് അല്ലാതെ പക്ഷെ എന്നാൽ നമ്മുടെ സ്കാൽപ്പിൽ ആ ഒരു ഡേർട്ട് മാത്രം കഴുകിക്കളയാനായിട്ട് ഈ ഷാമ്പൂസ് ഒക്കെ അത്യാവശ്യം നല്ല ഓപ്ഷൻസ് ആണ്. അതും ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ തന്നെ ഇതിനോടൊപ്പം ഈ ഒരു പറഞ്ഞ ഷാമ്പൂസിനോടൊപ്പം തന്നെ അതിന്റെ കണ്ടീഷണേഴ്സ് കിട്ടും, അതും കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ, നമ്മുടെ സ്കാൽപ്പിന്റെ ഡ്രൈനെസ്സും മാറ്റാനായിട്ടും ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ടും പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏത് ഷാമ്പൂ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ വേറെ അനാറ്റമിയിലുണ്ട് ആന്റി ഡാൻഡ്രഫിന് പറ്റിയ സാലിസിലിക് ആസിഡ് ഷാമ്പൂ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബോഡി വൈസിലുണ്ട് കീറ്റോകോണസോൾ അടങ്ങിയ ഷാമ്പൂസ്. അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഫാർമസി അവിടെ ചെന്നിട്ട് കേസറ്റ് ലോഷൻ ഷാമ്പൂ കിട്ടും, അത് വാങ്ങിയിട്ട് യൂസ് ചെയ്താലും നമുക്ക് ഈ ഒരു നല്ലതാണ്. കേസഡ് എന്ന് വെച്ചാൽ ആന്റി ഡാൻഡ്രഫിന് ഏറ്റവും നല്ലൊരു ഷാമ്പൂ ആണ്. കീറ്റോകോണസോൾ, സിങ്ക് പൈറത്തൺ, കേസഡ്, അതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നല്ല ഷാമ്പൂ ആണ്. പക്ഷെ അല്ലാത്ത ടൈമുകളിൽ ഇതുകൂടെ ശ്രദ്ധിക്കാം, ഞാൻ പറഞ്ഞ ഷാമ്പൂ കൂടെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിന്റെ കൂടെ ഈ ഡാൻഡ്രഫ് കാരണം നമുക്ക് ബാക്ക് ആക്റ്റീവ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു BHA ബോഡി വാഷിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആ ഒരു ബാക്ക് ആക്റ്റീവ് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അതും നല്ലൊരു ഓപ്ഷൻ ആയിട്ട് പറ്റും. അതല്ല നിങ്ങൾക്ക് ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ മാത്രം, കീറ്റോകോണസോൾ ഷാമ്പൂ ഒക്കെ മാത്രം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് ബേസ്ഡ് ഷാമ്പു യൂസ് ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ജെന്റിൽ ആയിട്ടുള്ള ഒരു ഷാമ്പു ആണ് യൂസ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ ഷാമ്പു യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ, കീറ്റോകോണസോൾ അല്ലെങ്കിൽ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസ് യൂസ് ചെയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം സാലിസിലിക് ആസിഡ് സിറം കുളിക്കുന്നതിന് മുന്നേ തലയിൽ തേക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ നോർമലി ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഹെയർ വാഷ് ഇട്ട് വാഷ് ചെയ്ത് കളയാം, അതായത് ഷാമ്പൂസ് വാഷ് ചെയ്ത് കളയാം. സാലിസിലിക് ആസിഡ് ഷാമ്പു ഹെയർ സിറം യൂസ് ചെയ്യുന്നതിന്റെ സമയത്ത് ആരും നമ്മൾ അല്ലാത്ത ഈ കീറ്റോകോണസോൾ ഷാമ്പൂസ് ഒന്നും യൂസ് ചെയ്ത്, കാരണം സ്കാൽപ്പ് വീണ്ടും എക്സ്ട്രീംലി ഡ്രൈ ആവും. ഇതും നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതല്ലാണ്ട് നമ്മുടെ ഡീകൺസ്ട്രക്റ്റില് ആന്റി ഡാൻഡ്രഫ് ഹെയർ സിറംസ് അവൈലബിൾ ആണ്. അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആന്റി ഡാൻഡ്രഫിനെ പറ്റി അത്യാവശ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോ അതല്ലെങ്കിൽ ഷോർട്ടായിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരിടയ്ക്ക് നന്നായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് സ്കിൻ ബാരിയർ ഡാമേജ്. അത്യാവശ്യം ഒരുവിധ ആൾക്കാർക്ക് മനസ്സിലായി. ബട്ട് സ്റ്റിൽ എനിക്ക് ഇപ്രാവശ്യം നമ്മൾ ടിൻസ്റ്റയിൽ ചോദിച്ചൊരു Q&Aയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്കിൻ ബാരിയർ ഡാമേജ് ആയി ഞാൻ എന്ത് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് നമ്മളെ സ്കിൻ ബാരിയർ ഡാമേജ് ആവുന്നതെന്ന്. ഒന്ന്, നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ, എക്സസീവായിട്ട് എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് യൂസ് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സ്കിന്നിന് പറ്റാത്ത സ്കിൻ കെയർ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ക്രീംസ് യൂസ് ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ സ്കിൻ ബാരിയർ മെയിൻലി ഡാമേജ് ആവാനായിട്ട് പോകുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ സ്കിൻ കെയർ ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ. പിന്നെ നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ആയിട്ടുള്ള ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, മെന്റലിക് ആസിഡ്, പിന്നെ മൈന്യൂട്ട് ആയിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന റെറ്റിനോൾസ് പോലെയുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്ത് ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസികളൊന്നും ഒരുമിച്ച് ഒരേ സമയം സെറത്തിന്റെ ഫോമിലോ ക്രീമിന്റെ ഫോമിലോ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യാനായിട്ട് പാടില്ല. ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് പോലെ എക്സ്ഫോളിയേറ്റിംഗ് ഏജന്റ് ഫേസ് വാഷ് ഇതുവരെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നൈറ്റിൽ മാത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലി നിങ്ങളുടെ സ്കിൻ കെയറിലോട്ട് ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഫേസ് വാഷ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇപ്പൊ 2 ദിവസം 3 ദിവസം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഡൗട്ട് തോന്നിയാൽ അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈ സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമ്മളെ സ്കിന്നിന് ബേണിംഗ് സെൻസേഷനോ അതല്ലെങ്കിൽ പിമ്പിൾസോ റെഡ്നെസ്സോ ഇച്ചിനെസ്സോ ഒക്കെ വന്നാൽ സഡൻലി സ്റ്റോപ്പ് ചെയ്യുക. അതല്ല 2-3 പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ പിമ്പിൾസ് കാണുന്നതെങ്കിൽ ചെറിയ രീതിയിൽ പേർജിങ് സ്റ്റാർട്ട് ചെയ്താണ് നിർത്തണ്ട. ഓൾട്ടർനേറ്റ് ഡേയ്സിലോ 2 ദിവസത്തിലോ ഒരിക്കലോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് അതിന്റെ നമ്മുടെ സ്കിന്നിലോട്ട് പതുക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം മാറും. ഇനി നമ്മൾ സ്കിൻ ബാരിയർ ഡാമേജ് ആകുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രൊട്ടക്റ്റീവ് സ്കിൻ ലെയർ നഷ്ടമാകുന്നതുകൊണ്ടാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം സ്കിൻ ബാരിയർ ഡാമേജ്. ആ സമയങ്ങളിൽ നമ്മുടെ പുറത്തുള്ള മൈക്രോബ്സ്, ഡസ്റ്റ് ഒക്കെ നമ്മുടെ സ്കിന്നിലോട്ട് വരികയും മുഖത്ത് റെഡ്നെസ്, ഇച്ചിനെസ്, പിമ്പിൾസ് ഒക്കെ വരാം. പിന്നെ ഡ്രൈ ആയിട്ട് നമ്മുടെ സ്കിന്നിന്റെ അപ്പുറം മൂക്കിന്റെ അവിടെയൊക്കെ പൊരിഞ്ഞളവാനൊക്കെ തുടങ്ങും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും വിറ്റാമിൻ സി തുടങ്ങി പോജിക് ആസിഡ് വരെയുള്ള നിയാസിനമൈഡ് വരെയുള്ള എല്ലാ ആക്റ്റീവ്സും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ബേസിക് സ്കിൻ കെയറിലോട്ട് പോകുക. അതായത് സെറ്റാഫിലിന്റെ ഫേസ് വാഷോ അതല്ലെങ്കിൽ മിനിമലിസ്റ്റിന്റെ ഓട്സ് ക്ലെൻസറോ അതല്ലെങ്കിൽ
നമ്മൾ സെബാമെന്റിന്റെ ജെന്റിൽ ക്ലെൻസറോ അതല്ലെങ്കിൽ നമ്മൾ ഡോട്ടാൻകിയുടെ ജെന്റിൽ ക്ലെൻസറോ അങ്ങനെ ഏതെങ്കിലും ഒരു ജെന്റിൽ ക്ലെൻസറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയ നല്ലൊരു മോയ്സ്ചറൈസർ ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡോട്ടാൻകി ട്രൈ ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ റിക്വലിന്റെ നല്ലൊരു ഓപ്ഷനാണ്. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഡീകൺസ്ട്രക്ട് ട്രൈ ചെയ്യാം. അതല്ലെങ്കിൽ ഫോർമുല എക്സിന്റെ ബാരിയർ റിപ്പയർ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഞാൻ നോർമൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻകാരുടെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവും, നമ്മുടെ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആവും. പിന്നത്തെ ഡ്രൈ സ്കിൻകാരുടെ തന്നെ മോയ്സ്ചറൈസേഴ്സ് നോർമൽ സ്കിൻകാരോ ഡ്രൈ സ്കിൻകാരോ ട്രൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഓയിലി സ്കിൻകാർ എപ്പോഴും ഓയിൽ ഫ്രീ ആയിട്ടുള്ള ശ്രദ്ധിക്കുക. കാര്യം ചിലപ്പോൾ അതിനകത്ത് കൊമഡോജനിക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആക്നെ അത് ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രൊഡക്ട്സിലോട്ട് പോകാതിരിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ ബേസിക് ആയിട്ട് നമ്മുടെ സെറ്റാഫിലിന്റെ തന്നെ മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കാൻ കിട്ടും, അത് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അത് ഓയിലി സ്കിൻകാർക്ക് ഉള്ളത് കൊണ്ട് ഡ്രൈ സ്കിൻകാർക്ക് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ സെറാവിയുടെ മോയ്സ്ചറൈസേഴ്സും ഓയിലിക്കാർക്കും ഡ്രൈക്കാർക്കും സെപ്പറേറ്റ് ഉണ്ട്, അത് ട്രൈ ചെയ്ത് നോക്കിയാലും മതി. എന്നിട്ട് ഒരു സൺസ്ക്രീനിലോട്ട് പോവാം. ഈ സമയത്ത് നമുക്ക് എപ്പോഴും നല്ലത് ഫിസിക്കൽ ഫിൽറ്റേഴ്സ് ഉള്ള സൺസ്ക്രീൻ ആണ്. കാരണം ലെസ് ഇറിറ്റേഷൻ ആണ് അങ്ങനത്തെ സൺസ്ക്രീനുകൾ. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓയിലിക്കാർക്കാണെങ്കിൽ നമ്മുടെ റിക്വലിന്റെ മാറ്റ് ഫിനിഷ് നല്ലൊരു ഓപ്ഷനാണ്. അത് ഒരിക്കലും മൊത്തം ആൾക്കാർക്കും റിക്വലിന്റെ മാറ്റ് ഫിനിഷ് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ഷെയ്ത്തിന്റെ മിൽക്ക് സൺസ്ക്രീൻ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനത്തെ ഏതെങ്കിലും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു ഇറിറ്റേഷനും കൂടെ ഒന്ന് സബ്ഡ്യൂ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ നിങ്ങൾക്കൊന്നും അറിയാലോ, കാണുമ്പോൾ കുറച്ചൊക്കെ ഹീലായി എന്ന് തോന്നിയതിന് ശേഷം മാത്രം നാച്ചുറൽ സ്കിൻ ടൈപ്പ് ഒക്കെ തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളുടെ നോർമൽ സ്കിൻ കെയർ റൊട്ടീനിലോട്ട് പോവുക. അപ്പോഴും നിങ്ങൾ എന്താണോ നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആക്കിയത് അതിനെ ഒന്ന് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മൗത്തിന് ചുറ്റും വരുന്ന ആ ഒരു പിഗ്മെന്റേഷൻ അതെങ്ങനെ ഡീപിഗ്മെന്റ് ആക്കാം, അതല്ലെങ്കിൽ അതെങ്ങനെ മാറ്റാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആക്ച്വലി ഇത് എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും കാണപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ഒന്നുകിൽ അത് നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ളതായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് കുറച്ച് ആസിഡിക് നേച്ചർ ഉണ്ടെങ്കിൽ അതിന് ഇറിറ്റേഷൻസ് കാരണം വരുന്നതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസീവ് ആയിട്ട് മൗത്തിന്റെ അറൌണ്ട് ലിക്ക് ചെയ്തുകൊണ്ടായിരിക്കും. ഇതല്ലാന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് നമുക്ക് അങ്ങനെ വരാം. അഞ്ചാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ മെലാസ്മ കാരണം നമുക്ക് ഈ പിഗ്മെന്റേഷൻ വരാം. ഇതിനകത്ത് മെലാസ്മ ഞാൻ അവസാനം പറയാൻ കാരണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ അവസാനം പറയാൻ കാരണം, ഏജ് ഗ്രൂപ്പിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും മെലാസ്മ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ ആറാമത്തെ സൺ ഡാമേജ് കാരണം നമുക്ക് ഈ ഒരു പ്രശ്നം വരാം. ഫസ്റ്റ് ഇതിനകത്ത് ഏതാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം അത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പകുതി ഡീപിഗ്മെന്റേഷൻ റൊട്ടീൻ അവിടെ തീർന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിട്ട് ആ സംഭവം ഒന്ന് ക്യാൻസൽ ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഇനി വന്നതിനെ എങ്ങനെ മാറ്റാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ വന്നിരിക്കുന്ന പിഗ്മെന്റേഷൻ വീണ്ടും അത് ഡാർക്ക് ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? സൺ പ്രൊട്ടക്ഷൻ വേണം. അതിനെന്ത് ചെയ്യണം? സൺസ്ക്രീൻ യൂസ് ചെയ്യണം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി വന്നതിന് നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് നമുക്ക് ഏറ്റവും നല്ല ഇൻഗ്രീഡിയന്റ് ഒരു മെലാസം പോലെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ കോജിക് ആസിഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ട്രാനെക്സാമിക് ആസിഡ്, അസലിക് ആസിഡ് പോലെയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആൽഫ ആർബിറ്റിനും ഓക്കെയാണ്. കോജിക് ആസിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ 2 months എബോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ട് 2 months ആകുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ട്രാനെക്സാമിക് ആസിഡോ ആൽഫ ആർബിറ്റിനോ അസലിക് ആസിഡോ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്കിന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കോജിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത്. കാരണം കോജിക് ആസിഡ് ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഡിപ്പെൻഡൻസി ഉണ്ടാക്കും. അത് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറയുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാക്കും എന്നല്ല, ഞാൻ എപ്പോഴും സേഫ് സ്കിൻ കെയർ പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറഞ്ഞത്. അത് യൂസ് ചെയ്യാം. പിന്നെ വീക്കിലി വൺസോ മാത്രം ഈ ഒരു അറൗണ്ട് ഏരിയയിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ സിറം അപ്ലൈ ചെയ്യാം. അതൊരു 6% 5% യൂസ് ചെയ്യുന്നെങ്കിൽ സിറം അല്ലെങ്കിൽ ടോണർ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മുടെ ഈ മൗത്തിന് ചുറ്റും ഇത്ര ഒരു ഏരിയയിൽ എന്ന് വെച്ചാൽ നമ്മുടെ ലിപ്പിനോട് ചേർന്ന ഭാഗത്ത് കുറച്ച് വാസലിൻ ഇട്ടിട്ട് വേണം ഈ ഒരു സിറം അപ്ലൈ ചെയ്യാൻ. കാരണം ആ അറൗണ്ട് ഏരിയ കുറച്ച് സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അത്ര ഏരിയയിൽ ഞാനൊരു വാസലിൻ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസി ഏത് യൂസ് ചെയ്താലും മൂക്കിന്റെ ഈ ഒരു ഭാഗത്ത്, അതുപോലെ കണ്ണിന്റെ അണ്ടറിൽ ഈ ഒരു ഏരിയയിൽ, ലിപ്പിന്റെ അറൗണ്ടോ അല്ലെങ്കിൽ ലിപ്പിലോ ഒക്കെ ഒന്ന് എന്തെങ്കിലും പ്രൊട്ടക്റ്റീവ് മോയ്സ്ചറൈസേഴ്സോ വാസലിനോ അപ്ലൈ ചെയ്യും. കാരണം അത് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറിറ്റേഷൻസ് വരും. ഈ ഒരു ഓയിൽ അല്ലെങ്കിൽ ബേസിൽ എന്തെങ്കിലും ആ പ്രൊട്ടക്ഷൻ ഏരിയസിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഈ സിറത്തിന് എത്താൻ പറ്റില്ല. ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും, ഒരു മതിൽക്കെട്ട് പോലെ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. വീക്കിലി വൺസോ ടോയ്സോ മാത്രം, നൈറ്റ്ലി മാക്സിമം വീക്കിലി വൺസ് മതി നൈറ്റ്ലി. ഇനി മക്കളെ ഒരു 18 എബോ താഴോട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ കോജിക് ആസിഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാനേ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ആൽഫ ആർബിറ്റിനോ ട്രാനെക്സാമിക് ആസിഡ് 5% ആണ്.
പിന്നെ വിറ്റാമിൻസ് യൂസ് ചെയ്താൽ ഈ മാർക്കിന്റെ അറൗണ്ടിലുള്ള പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കൽ ഭയങ്കര പാടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആസലിക് ആസിഡോ അതല്ലെങ്കിൽ ആൽഫാബിറ്റിനോ ടാനക്സാമിക് ആസിഡോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറും. അതല്ലാതെ നിങ്ങൾക്ക് അസലിക് ആസിഡ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കോജിക് ആസിഡ് നല്ലത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ഡെർമക്കോയിലുണ്ട് ഏറ്റവും നല്ല കോജിക് ആസിഡ്, ഡോക്ടർ ഷേത്തേളിലുണ്ട് കോജിക് ആസിഡ്. അപ്പൊ ഇവരുടെയൊക്കെ നല്ലത്. പിന്നെ നമ്മൾ ഡെർമാടച്ചിലുണ്ട് നല്ലൊരു കോജിക് ആസിഡ്. ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ടാനക്സാമിക് ആസിഡ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ഉള്ളത് ഫിക്സ്ഡെർമയിലാണ്. അസലിക് ആസിഡ് നമുക്ക് അസിഡം 10 കിട്ടും. അതുപോലെ തന്നെ ആൽഫ ആർബിറ്റിന് നമുക്ക് ഡോക്ടർ ഷേത്തിനകത്തുണ്ട്. അസലിക് ആസിഡ് എനിക്ക് തോന്നുന്നു പ്ലമ്മിലും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റീച്ച് ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഈ വീക്കിലുള്ള അത്യാവശ്യം കുറെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ 3 ചെയ്തത്. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഷോർട്സിലോ നെക്സ്റ്റ് Q&Aയിലോ അല്ലെങ്കിൽ ലോങ് വീഡിയോ ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കട്ടെ. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.